ഇനി നമ്മൾ രണ്ട് ഫോർമുലയാണുള്ളത് ഇഒക്യൂന്. 3 മെത്തേഡ്സ് ഉണ്ട് ആക്ച്വലി ഇഒക്യു കാൽക്കുലേറ്റ് ചെയ്യാൻ. ഒരു ടാബുലാർ മെത്തേഡ് ഉണ്ട്, ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്, ഇക്വേഷൻ മെത്തേഡ് ഉണ്ട്. പക്ഷെ നോർമലി ഇക്വേഷൻ മെത്തേഡ് വെച്ചിട്ടാണ്, ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ട് ഫോർമുലാസ് ഉണ്ട്. ഒന്ന് ഇഒക്യു എന്ന് പറയുന്നത് √2AO/C ആണ്. എ എന്ന് പറയുന്നത് ആനുവൽ കൺസംഷൻ ഓഫ് മെറ്റീരിയൽ, ഒരു വർഷം എത്ര മെറ്റീരിയൽസ് കൺസ്യൂം ചെയ്യും യൂണിറ്റിൽ, ഇൻ യൂണിറ്റ്സ്, അതാണ് എ. കോസ്റ്റ് പെർ ഓർഡർ, ഒരു ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റ്, അതാണ് ഓർഡറിങ് കോസ്റ്റ് ഒ. ക്യാരിയിങ് കോസ്റ്റ് പെർ ആനം, ഒരു വർഷം വരുന്ന ഈ മെറ്റീരിയൽസ് ക്യാരി ചെയ്യാനുള്ള കോസ്റ്റ് എത്രയാണ്, അതാണ് ക്യാരിയിങ് കോസ്റ്റ് പെർ ആനം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, ആനുവൽ കൺസംഷൻ ഓഫ് മെറ്റീരിയൽസ് ഇൻ യൂണിറ്റ്സ് ആണ്, ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ ആണ്. പക്ഷെ ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം, ഒരു യൂണിറ്റ് ക്യാരി ചെയ്യാൻ ഒരു ഇയറിൽ എത്ര കോസ്റ്റ്, അതാണ് ക്യാരിയിങ് കോസ്റ്റ്. ഇനി ഇഒക്യു മറ്റൊരു ഫോർമുല എന്ന് പറയുന്നത് മാക്സിമം ലെവൽ മൈനസ് റീഓർഡർ ലെവൽ പ്ലസ് മിനിമം റേറ്റ് ഓഫ് കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. നമ്മൾ റീഓർഡർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. ഇപ്പൊ റീഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഇതാണ്. ഈ സ്റ്റോക്ക് ലെവലിൽ സപ്പോസ് ഈ സംഭവങ്ങളൊക്കെ തന്നിട്ട് റീഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഈ ഇഒക്യു തന്നെയാണ് റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് മനസ്സിലാവണം. മാക്സിമം, അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് മാക്സിമം ലെവൽ മൈനസ് റീഓർഡർ ലെവൽ പ്ലസ് മിനിമം റേറ്റ് ഓഫ് കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് എന്നാണ്. അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തില് നമുക്ക് എന്ത് ചെയ്യാം, ഇഒക്യു കണ്ടുപിടിക്കാം. 3 മെത്തേഡ് ഉണ്ട്, പക്ഷെ അതിൽ ഗ്രാഫിക്കലും ടാബുലാറും അല്ല, മറിച്ച് ഇക്വേഷൻ മെത്തേഡ് ആണ്. അതിൽ തന്നെ 2 ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പൊ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇനി ഈ പ്രോബ്ലത്തിൽ പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ ഇഒക്യു. ഇഒക്യു കണ്ടുപിടിക്കാനാണ്. തന്നിരിക്കുന്ന പർട്ടിക്കുലേഴ്സ് എന്ന് പറയുന്നത് ആനുവൽ യൂസേജ്, അതാണ് ആനുവൽ കൺസംഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ യൂണിറ്റ്സ്. ഇനി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് കോസ്റ്റ് ആണ്. ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം എന്നാണ്. അപ്പൊ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ് ആണ്. ഇനി കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻഡ് റിസീവിംഗ് വൺ ഓർഡർ, ഒരു ഓർഡർ അത് പറയുന്നുണ്ടല്ലോ, ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ ആണ്, അത് ₹60 ആണ്. എന്നിട്ട് ഇതും കൂടി പറഞ്ഞിട്ടുണ്ട്, ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ് എന്ന് പറയുന്നത് 10% ഓഫ് ഇൻവെന്ററി വാല്യൂ ആണ്. ഇൻവെന്ററി വാല്യൂവിന്റെ 10% ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മളോട് ഇഒക്യു കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത് നമുക്ക് നോക്കാം. നമുക്ക് ഇഒക്യു എന്ന് പറഞ്ഞാൽ √2AOC എന്നാണല്ലോ. എ എന്ന് പറഞ്ഞാൽ എന്താ, ആനുവൽ കൺസംഷൻ അല്ലെങ്കിൽ ആനുവൽ യൂസേജ് ആണല്ലോ, അത് 6000 ആണ്. ഇനി ഒ എന്ന് പറയുന്നത് എന്താ, ഓർഡറിങ് കോസ്റ്റ് ആണ്. അത് ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻഡ് റിസീവിംഗ് 1 ഓർഡർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ O 60 ആണ്. ഇനി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 20 ആണ്. പക്ഷെ സി എന്ന് പറയുന്നത് എന്താന്നാ പറഞ്ഞിരിക്കണേ, ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം എന്നാണ്. അപ്പൊ ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ് 10% ആണെന്ന് പറയുന്നുണ്ട്. ഒരു മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് 20 ആണെന്ന് പറയുന്നുണ്ട്. സോ ഈ 20യുടെ 10% ആണ് നമ്മളുടെ കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം. നമുക്ക് ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡറേ ഉള്ളൂ, അത് അതുപോലെ തന്നിട്ടുണ്ട്. പക്ഷെ ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിന് ഒരു കൊല്ലം എന്നാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റ് അല്ല, ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇവിടെ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. ക്യാരിയിങ് കോസ്റ്റ്, ഒരു യൂണിറ്റിന് ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻവെന്ററി വാല്യൂവിന്റെ 10% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പർച്ചേസ് ചെയ്തുകൊണ്ട് വന്ന മെറ്റീരിയലിനെ അല്ലേ ഇൻവെന്ററിയിൽ സൂക്ഷിക്കുക എന്ന് വിചാരിച്ചാല് ഈ 20യുടെ
10% ആണ് നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനിയൊന്നുമില്ല, ആ EOQല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2 into 6000 into 60/2, അത് 600 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. EOQ കണ്ടുപിടിക്കാൻ തന്നെയാണ് നമ്മളോട് തന്നിരിക്കുന്ന പെർട്ടിക്കുലേഴ്സ്. ആനുവൽ യൂസേജ് തന്നിട്ടുണ്ട്. നമ്മുടെ പ്ലേസിങ് ആൻഡ് ഓർഡർ, ഒരു ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റ് ₹16 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് അല്ലെങ്കിൽ പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. ആ ഇൻവെന്ററിയുടെ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സ്റ്റോറേജിന് 20% ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുമ്പ് പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. തരേണ്ട സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. A തന്നിട്ടുണ്ട്, O തന്നിട്ടുണ്ട്, C തന്നിട്ടുണ്ട്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് EOQ ആണ്. നമുക്ക് അതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. EOQ ആണ്. ആനുവൽ യൂസേജ് A 800 ആണ്. കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻഡ് ഓർഡർ O 16 ആണ്. കോസ്റ്റ് ഓഫ് ക്യാരിയിങ് 1 യൂണിറ്റ് പെർ ആനം എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദ മെറ്റീരിയലും കോസ്റ്റ് ഓഫ് സ്റ്റോറേജിന്റെ ഇത്ര ശതമാനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 20യുടെ 20% ₹4 എന്ന് വരും. സോ EOQ is equal to √2 into 800 into 16/4, 80 യൂണിറ്റ്സ് എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ EOQ ആണ്. ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് എന്ന്, ഒപ്പം നമ്പർ ഓഫ് ഓർഡേഴ്സ് കൂടി കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ആനുവൽ യൂസേജ് എന്ന് പറയുന്നത് 800 യൂണിറ്റ്സ് ആണ്. ഒരു ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 16 ആണ്. പ്രൈസ് ഓഫ് മെറ്റീരിയൽസ് പെർ യൂണിറ്റ് 20 ആണ്. കോസ്റ്റ് ഓഫ് സ്റ്റോറേജ് 20% ആണ്. EOQ എന്ന് പറയുമ്പോൾ ആ എത്ര യൂണിറ്റിലാണ് നമ്മളുടെ ക്യാരിയിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും ഈക്വൽ ആവുന്നത്, അത്രയാണ്. അപ്പൊ അത്രയും യൂണിറ്റ്സ് എത്ര ഓർഡർ വെച്ച് പ്ലേസ് ചെയ്യണം. ഇപ്പോൾ 80 യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ എത്ര ഒറ്റയടിക്ക് 80 യൂണിറ്റ്സ് ഓർഡർ ചെയ്യാമല്ലോ ചെയ്യാം. സോ ഓർഡറിങ് ക്വാണ്ടിറ്റി കിട്ടി. ഇനി അത് എത്ര യൂണിറ്റിൽ നമ്മൾ ഈ ഓർഡറിങ് ക്വാണ്ടിറ്റി വാങ്ങിക്കണം എന്നുള്ളതും കൂടി ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മുടെ ഇവിടെ നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് എത്രയാണെന്ന് കൂടി ഇവിടെ ചോദിച്ചിട്ടുണ്ട്. EOQ നമുക്കറിയാം. A എന്ന് പറയുന്നത് ആനുവൽ യൂസേജ് അല്ലെങ്കിൽ ആനുവൽ കൺസംഷൻ, അത് 800 ആണ്. ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ എന്ന് പറയുന്നത് 16 ആണ്. നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 20ന്റെ 20% ₹4 എന്ന് കിട്ടും. അപ്പൊ √2 into 800 into 16/4 നമുക്ക് 80 യൂണിറ്റ്സ് എന്ന് കിട്ടും. എത്ര ഓർഡർ പ്ലേസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ ആനുവൽ കൺസംഷൻ ബൈ EOQ. ആനുവൽ കൺസംഷൻ 800 ആണ്, EOQ 80 ആണ്. അപ്പൊ 800/80 ആണ്. അപ്പൊ അത് നമ്മൾ വരുമ്പോൾ 10 ഓർഡേഴ്സ് എന്ന് വരും. 10 ഓർഡേഴ്സ് എന്ന് വരും. അപ്പൊ നമ്മൾ EOQ ഇങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു ഇക്കണോമിക് ഓർഡർ നമ്മൾ പറഞ്ഞു, നമ്മൾക്ക് ഒരു ഓർഗനൈസേഷനിൽ ഒരു മാനുഫാക്ചറിംഗ് ഫേമില് ഒരു കൊല്ലത്തേക്ക് ഇത്ര യൂസേജ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ യൂസ് വേണമെങ്കിൽ ആ മെറ്റീരിയലിന്റെ അത് ഓർഡർ ചെയ്യാനും ക്യാരി ചെയ്യാനും 2 തരത്തിൽ കോസ്റ്റ് ഉണ്ടാവും. കാരണം ഓർഡർ ചെയ്യാൻ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ അതിൻ്റെതായിട്ടുള്ള കോസ്റ്റ് ഉണ്ട്. ആ പ്ലേസ് ചെയ്ത ഓർഡർ വഴി റിസീവ് ചെയ്ത മെറ്റീരിയൽസ് കമ്പനിയിൽ കൊണ്ടുവരാനും അതിൻ്റെതായിട്ടുള്ള കോസ്റ്റ് ഉണ്ട്. സോ ഓർഡറിംഗ് കോസ്റ്റും ഉണ്ട്, അതുപോലെ ക്യാരിയിങ് കോസ്റ്റും ഉണ്ട്. ഇത് ഓർഡറിംഗ് കോസ്റ്റ് കൂടുമ്പോൾ ക്യാരിയിങ് കോസ്റ്റ് കുറയും, ക്യാരിയിങ് കോസ്റ്റ് കൂടുമ്പോൾ ഓർഡറിംഗ് കോസ്റ്റ് കുറയും, അങ്ങനെയാണ്. പക്ഷെ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിക്ക് ഇത് 2 ഈക്വൽ ആണ്, അല്ലെ ഇതിന്റെ സമ്മ് മിനിമം ആണ്. ആ ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയാം. അതെങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്നുള്ള ഫോർമുല വഴിയാണ് നമ്മൾ നോക്കി. ഇനി ഇതൊരു 80 യൂണിറ്റ് എന്ന് കിട്ടി. ഈ 80 യൂണിറ്റ് എത്ര ഇതായിട്ട് വാങ്ങിക്കണം, എത്ര ഓർഡർ ആയിട്ട് പ്ലേസ് ചെയ്യണം, ഇതൊരു കൊല്ലത്തേക്കുള്ള കാര്യമാണ്. അപ്പൊ ആനുവൽ കൺസംഷൻ ബൈ EOQ അങ്ങനെ കിട്ടുമ്പോൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ വരുന്ന ആ യൂണിറ്റ് എത്ര ഓർഡർ, ആ ഓർഡർ നമ്പറും കൂടി നമുക്ക് കിട്ടും. ഇത് രണ്ടും കിട്ടുമ്പോഴാണ്
ഒരു കൊല്ലത്തേക്ക് ക്യാരിയിങ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും ഒരുമിച്ച് വരുന്ന ആ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 80 ആണെന്നും അത് 10 ഓർഡർ ആയിട്ട് ഒരു കൊല്ലത്തിൽ പ്ലേസ് ചെയ്യണം എന്നും ഉള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുന്നത്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. എ ഫാക്ടറി റിക്വയർസ് 1250 units of an item of material per month, each costing ₹30. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ആനുവൽ കൺസംഷൻ ആണ് നമുക്ക് വേണ്ടത്. ഇത് ഒരു മാസത്തേക്കുള്ള യൂണിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആനുവൽ കൺസംഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 12 ചെയ്യണം. ഇവിടെ നമ്മൾ 1250 ആണ് ആനുവൽ എടുക്കരുത്. EOQ കാണുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആനുവൽ യൂസേജ് ആണ്. ഇനി കോസ്റ്റ് പെർ ഓർഡർ എന്ന് പറയുന്നത് 200 ആണ്. ഇൻവെന്ററി ക്യാരി ചാർജസ് വർക്ക്ഔട്ട് 20% ഓഫ് ആവറേജ് ഇൻവെന്ററി. ആവറേജ് ഇൻവെന്ററിയുടെ 20% നമ്മളോട് EOQ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയറും. അപ്പൊ ഇതില് ഈ EOQ കാണുമ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. നമുക്കറിയാം ഇവിടെ 1250 യൂണിറ്റ്സ് ഓഫ് എ മെറ്റീരിയൽ വേണം എന്ന് പറഞ്ഞു. അതൊരു മന്ത്ലിക്കാണ്. നമ്മൾക്ക് EOQ കാണാൻ ആനുവൽ യൂസേജ് ആണ്. സോ ഇൻറ്റു 12 ചെയ്തു, 15,000 യൂണിറ്റ്സ് കിട്ടി. ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ അത് 200 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാരിയിങ് കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 20% ഓഫ് ആവറേജ് ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ടുണ്ട്. 1250 യൂണിറ്റ്സ് ഓഫ് ആൻ ഐറ്റം ഈച്ച് കോസ്റ്റിംഗ് ₹30 എന്ന് വെച്ചാൽ ആ ഐറ്റത്തിന്റെ പ്രൈസ് ആണ്. ആ പ്രൈസിന്റെ ഇത്ര ശതമാനം ആയിട്ടല്ലേ നമ്മൾ ക്യാരിയിങ് കോസ്റ്റ് കാണാറ്. സോ 330യുടെ 20% 6 കിട്ടും. അപ്പൊ റൂട്ട് ഓഫ് 2 ഇൻറ്റു 15,000 ഇൻറ്റു 200/6 1000 യൂണിറ്റ്സ് കിട്ടും. ആനുവൽ കൺസംഷൻ ബൈ EOQ ആണ് നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ്. 15,000/1000 അത് 15 ഓർഡേഴ്സ് കിട്ടും. സോ ഇതാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ക്ലിയർ? നെക്സ്റ്റ്, ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റ്സ് ടു മെറ്റീരിയൽ എക്സ്. എക്സ് എന്നുള്ളൊരു മെറ്റീരിയലിന്റെ ഇൻഫർമേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. മാക്സിമം സ്റ്റോക്ക് ലെവല് 9600 യൂണിറ്റ്സ് ആണ്. ബഡ്ജറ്റഡ് കൺസംഷൻ മാക്സിമം 1500 യൂണിറ്റ്സ് പെർ മന്ത് ആണ്. മിനിമം 900 യൂണിറ്റ്സ് പെർ മന്ത് ആണ്. എസ്റ്റിമേറ്റഡ് ഡെലിവറി പീരീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് മാക്സിമം 4 months ആണ്, മിനിമം 2 months ആണ്. ഇനി നമ്മളോട് റീഓർഡർ ലെവലും റീഓർഡർ ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് ആണ്. മാക്സിമം കൺസംഷൻ എത്രയാ? 1500 യൂണിറ്റ്സ്. മാക്സിമം റീഓർഡർ പീരീഡ് എത്രയാ? 4 months. സോ അത് നമുക്ക് 1500 ഇൻറ്റു 4 6000 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഈ റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ്. പക്ഷെ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ആദ്യം യൂസ് ചെയ്ത √2A/O/C എന്നുള്ള ഫോർമുല ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിന് വേണ്ട സാധനങ്ങൾ തന്നിട്ടില്ല. പക്ഷെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? മാക്സിമം ലെവൽ മൈനസ് റീഓർഡർ ലെവൽ പ്ലസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് എന്നുള്ള ഫോർമുല ഉപയോഗിക്കാമല്ലോ. അത് ഉപയോഗിക്കാം. മാക്സിമം ലെവൽ ഇവിടെ തന്നിട്ടുണ്ട് 9600 എന്ന്. റീഓർഡർ ലെവൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 6000 എന്ന്. പിന്നെ മിനിമം കൺസംഷൻ നമുക്കറിയാം 900 ആണെന്ന്. മിനിമം റീഓർഡർ പീരീഡ് 2 ആണെന്ന്. സോ 9600 മൈനസ് 6000 പ്ലസ് 900 ഇൻറ്റു 2 അത് 3600 പ്ലസ് 1800 5400 യൂണിറ്റ്സ് എന്ന് കിട്ടും. ക്ലിയർ?